വന്യമൃഗ ആക്രമണം തടയാൻ നടപടിയെടുക്കാതെ വനം വകുപ്പ്. വന്യമൃഗങ്ങളെ നേരിടാൻ വനപാലകർക്കുള്ളത് കുറുവടിയും വെട്ടുകത്തിയും. മലപ്പുറം ജില്ലയുടെ മലയോര മേഖലകളിൽ വന്യമൃഗങ്ങൾ ആളുകളെ കൊല്ലുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണ് വനം വകുപ്പ് ജില്ലയിൽ. വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ നിലമ്പൂരിലും അമരമ്പലത്തുമായി വനം RRTയുടെ ഓരോ ഓഫീസുകൾ ഉണ്ടെങ്കിലും നിലമ്പൂർ സൗത്ത് ഡിവിഷന് കീഴിൽ അമരമ്പലത്തെ RRTക്ക് സ്വന്തമായി ഡെപ്യൂട്ടി റേഞ്ചർ പോലുമില്ല. ചക്കിക്കുഴി വനം സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ചർ അഭിലാഷിനാണ് അധികാര ചുമതല. റോഡ് വികസനത്തിനും സർക്കാർ ഓഫീസുകളുടെ നവീകരണങ്ങൾക്കും മറ്റുമായി സർക്കാർ കോടികൾ ചെലവഴിക്കുമ്പോഴാണ് മനുഷ്യന്റെ ജീവനും കൃഷിയും നശിപ്പിക്കുന്ന വന്യമൃഗങ്ങളെ ഉൾവനങ്ങളിലേക്ക് കയറ്റി അയക്കാനും വനത്തിനുള്ളിൽ ഭക്ഷണം ഒരുക്കാനും വനം വകുപ്പ് ആവശ്യമായ ഫണ്ട് നീക്കിവെക്കാത്തത്. കാട്ടാനകൾ, കടുവ, പുലി, കരടി, കാട്ടുപോത്തുകൾ എന്നിവയെ നേരിടാൻ RRT ജീവനക്കാർക്കുള്ളത് റബ്ബർ ബുള്ളറ്റ് ഉപയോഗിക്കാവുന്ന തോക്കുകളും വടിയും കത്തിയും മാത്രം. പലപ്പോഴും വന്യമൃഗങ്ങളെ തുരത്താൻ എത്തുന്ന വനപാലകർ ഓടി രക്ഷപ്പെടേണ്ട അവസ്ഥയാണ്. വനം വകുപ്പ് കണക്കുകൾ മറച്ചു വെക്കുമ്പോഴും ജില്ലയുടെ വനമേഖലകളിൽ വന്യമൃഗങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. വനംവകുപ്പ് കോടികൾ ചെലവഴിച്ച് സ്ഥാപിക്കുന്ന സോളാർ വൈദ്യുത തൂക്കുവേലികൾ ഉൾപ്പെടെ കാട്ടാനകൾ നശിപ്പിക്കുകയാണ്. വനാതിർത്തികളിലും പുഴയോരങ്ങളിലും കരിങ്കൽ ഭിത്തികൾ നിർമ്മിക്കുകയും വലിയ കിടങ്ങുകൾ സ്ഥാപിക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ വന്യമൃഗശല്യം പരിഹരിക്കാനാകും. സർക്കാർ വന്യമൃഗശല്യം തടയാൻ ബജറ്റിൽ വലിയ തുക മാറ്റിവെക്കുകയാണ് ആവശ്യം. കാടിനുള്ളിലല്ല, കാടിന് പുറത്താണ് വന്യമൃഗങ്ങൾ മനുഷ്യരുടെ ജീവൻ കവരുന്നതും കൃഷി നശിപ്പിക്കുന്നതും. MLA-മാർ, ത്രിതല പഞ്ചായത്ത് ഭരണ സമിതികൾ എന്നിവരും ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഓടിയെത്തുന്നതിന് പകരം ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് അധികൃതർ നടപടി സ്വീകരിക്കേണ്ടത്. എന്നാൽ കാളികാവിൽ കടുവ ടാപ്പിംഗ് തൊഴിലാളിയെ കടിച്ചു കൊന്ന സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് കടുവയ്ക്കായുള്ള തെരച്ചിൽ നടത്താൻ വയനാട് മുത്തങ്ങയിൽ നിന്നും കുങ്കിയാനകൾ ഉൾപ്പെടെയുള്ള സംഘം എത്തും. ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സഖറിയയും സംഭവ സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനെ ഉദ്ധരിച്ച് നിലമ്പൂർ സൗത്ത് DFO ധനിക് ലാൽ ആണ് ഇക്കാര്യം അറിയിച്ചത്. നോർത്തേൺ റീജിയണൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉമ മറ്റു ഉന്നത വനം വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. കടുവയെ മയക്കുവെടി വയ്ക്കുന്നതും കൂട് സ്ഥാപിച്ച് പിടികൂടുന്നതും സംബന്ധിച്ച് കേന്ദ്ര വന്യജീവി നിയമത്തിന്റെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രകാരം രൂപവൽക്കരിക്കുന്ന സമിതി ഉടൻ യോഗം ചേർന്ന് തീരുമാനം കൈക്കൊള്ളും. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ നാമനിർദ്ദേശം ചെയ്യുന്ന പ്രതിനിധി, നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി പ്രതിനിധി, മൃഗ ഡോക്ടർ, പ്രദേശത്തെ NGO പ്രതിനിധി, പ്രദേശത്തെ പഞ്ചായത്ത് പ്രതിനിധി, DFO തുടങ്ങിയവരെ ഉൾപ്പെടുത്തി സംഭവ സ്ഥലത്ത് രൂപവൽക്കരിക്കുന്ന 6 അംഗ സമിതിയാണിത്. ഈ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവ് പുറപ്പെടുവിക്കും. പ്രദേശത്ത് ജാഗ്രത പാലിക്കാനും തുടർ നടപടികൾ സ്വീകരിക്കാനും വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും DFO ധനിക് ലാൽ അറിയിച്ചു. എന്നാൽ ഈ വിഷയത്തിൽ ഖേദം അറിയിച്ചുകൊണ്ട് സ്ഥലം MLA AP അനിൽകുമാർ രാവിലെ ടാപ്പിംഗ് നടത്തുന്നതിനിടെ അപ്രതീക്ഷിതമായി ഉണ്ടായ കടുവയുടെ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടത് ഏറെ വേദനയുണ്ടാക്കുന്നു. നാട് മുഴുവൻ അതിയായ പ്രയാസത്തോടെയാണ് ഈ വാർത്ത കേട്ടത്. 2 മാസക്കാലം മുമ്പ് തന്നെ ഈ പ്രദേശങ്ങളിൽ കടുവയുടെ സാന്നിധ്യം ഉള്ളതായി സ്ഥിരീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എത്രയും വേഗം കടുവയെ പിടികൂടുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് നിയമസഭയിൽ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, അത്തരം നടപടികളൊന്നും ഉണ്ടായില്ല. ഇന്ന് കടുവ ഒരു ജീവൻ എടുക്കുന്ന അവസ്ഥയുണ്ടായി. ഒരു കുടുംബം അനാഥമായി. 3 കുട്ടികൾ ാണ് ഗഫൂറിനുള്ളത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ് ഒരു ജീവൻ നഷ്ടപ്പെടാനുള്ള സാഹചര്യം സൃഷ്ടിച്ചത്. ഗഫൂറിന്റെ കുടുംബത്തിന് മതിയായ സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. എത്രയും പെട്ടെന്ന് അതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെടുകയാണെന്നും അനിൽകുമാർ MLA പറഞ്ഞു. നരഭോജി കടുവയെ പിടികൂടാൻ 2 കുങ്കിയാനകൾ ഉൾപ്പെടെ 25 അംഗ സംഘം എത്തി. കടുവയെ പിടികൂടുകയാണ് പ്രധാന ലക്ഷ്യമെന്ന് നിലമ്പൂർ സൗത്ത് DFO G ധനിക് ലാൽ പറഞ്ഞു. കാളികാവിൽ മനുഷ്യജീവനെടുത്ത കടുവയെ മയക്കുപിടി വെച്ച് പിടികൂടാൻ 2 കുങ്കിയാനകൾ അടക്കമുള്ള സംഘമാണ് അടക്കാക്കുൺ പാറശ്ശേരിയിൽ എത്തിയത്. വയനാട്ടിൽ നിന്നും പാലക്കാട്ടിൽ നിന്നുമുള്ള വെറ്റിനറി ഡോക്ടർമാരടക്കമുള്ള വിദഗ്ധ സംഘം ഇതിനോടനുബന്ധിച്ച് കരുവാരക്കുണ്ടിലെത്തി. കടുവയെ പിടികൂടാൻ സാധ്യമായ വഴികളെല്ലാം നോക്കുമെന്നും DFO അറിയിച്ചു. ഡോക്ടർ അരുൺ സഖറിയയും വെറ്റിനറി ഡോക്ടർ അജേഷ് മോഹൻദാസ്, ഡോക്ടർ ശ്യാം എന്നിവരും സംഘത്തിലുണ്ട്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 5 മണിയോടെയാണ് കുങ്കിയാനകൾ എത്തിയത്. കടുവയുടെ ആക്രമണത്തിൽ മരിച്ച ഗഫൂറിന്റെ ആശ്രിതർക്ക് 10 ലക്ഷം രൂപ വനം വകുപ്പ് സഹായവും പ്രഖ്യാപിച്ചു. ഇതിൽ 5 ലക്ഷം രൂപ ഇന്ന് ഗഫൂറിന്റെ കുടുംബത്തിന് നൽകും. ഗഫൂറിന്റെ ഭാര്യയ്ക്ക് അടിയന്തരമായി വനം വകുപ്പിൽ താൽക്കാലികമായി ജോലിയും നൽകും. ജോലി സ്ഥിരപ്പെടുത്തുന്ന കാര്യം ഉടൻ പരിഗണിക്കുമെന്നും DFO വിശദീകരിച്ചു. 30ഓളം ക്യാമറകൾ കടുവയെ കണ്ട സ്ഥലത്തിന്റെ ചുറ്റുപാടുകളുമായി സ്ഥാപിക്കും. കടുവയുടെ സാന്നിധ്യം തിരിച്ചറിയാനാണ് ഇത് ചെയ്യുന്നത്. ഇതിനു പുറമെയാണ് പരിശീലനം നേടിയ കുങ്കിയാനകളെ ഉപയോഗിച്ച് പെട്രോളിംഗ് നടത്തുക. ഇതിനായി പരിശീലനം നേടിയ
RRT അംഗങ്ങളെയാണ് ചുമതലപ്പെടുത്തുക. നിലവിൽ വനം വകുപ്പിന്റെ 50 ജീവനക്കാർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇതിനു പുറമെയാണ് 25 അംഗ വിദഗ്ധ സംഘം കൂടിയെത്തിയത്. കടുവയുടെ കാൽപ്പാടുകൾ കണ്ടതിനാൽ ഗഫൂറിനെ ആക്രമിച്ചത് കടുവ തന്നെയാണെന്ന നിഗമനത്തിലാണ് വനം വകുപ്പ്. ഗഫൂറിനെ കടിച്ചു വലിച്ച് 200 മീറ്ററോളം ദൂരത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. സൈലന്റ് വാലിയുടെ 1.5 കിലോമീറ്റർ ബഫർ സോൺ പരിധിയിലാണ് സംഭവം നടന്നത്. 2 മാസം മുമ്പ് പാന്ത്ര തരിശ് ഭാഗത്ത് കണ്ടതും ഇതേ കടുവ തന്നെയാണെന്നാണ് നിഗമനം. എന്തായാലും അപകടങ്ങൾ കൂടുന്ന സാഹചര്യത്തിൽ വനത്തിലെ വന്യമൃഗങ്ങളുടെ എണ്ണം ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറയ്ക്കുന്നത് പരിഗണിക്കണമെന്ന് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കടുവയുടെ ആക്രമണത്തിൽ കാളികാവ് ഭാഗത്ത് ഒരാൾ മരിച്ച സാഹചര്യത്തിലാണ് അസോസിയേഷൻ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. അബ്ദുൽ ഗഫൂർ എന്ന ടാപ്പിംഗ് തൊഴിലാളി കടുവയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടത് ദൗർഭാഗ്യകരമാണ്. ദുരന്തം നടന്ന ഉടൻ വനം വകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തുകയും മറ്റു നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതുമായാണ് പറയുന്നത്. വന്യജീവി ആക്രമണം സവിശേഷ ദുരന്തമായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വനം, പോലീസ്, റവന്യൂ, തദ്ദേശ വകുപ്പുകൾ എന്നിവ യോജിച്ച് പ്രവർത്തിച്ചാലേ സംഘർഷം കുറച്ചു കൊണ്ടുവരാൻ കഴിയൂ. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന സ്വകാര്യ തോട്ടങ്ങൾ കാടുപിടിച്ചു കിടന്ന് വന്യജീവികളുടെ ആവാസ സ്ഥലമായി മാറുന്ന സാഹചര്യമുണ്ട്. ഈ തോട്ടങ്ങളിലെ കാടുകൾ വെട്ടി വൃത്തിയാക്കേണ്ടതുണ്ട്. ദുരന്തബാധിതർക്ക് അടിയന്തരമായി സാമ്പത്തിക സഹായങ്ങൾ ലഭ്യമാക്കണം. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ പുതുതായി രൂപീകരിച്ച ദ്രുത പ്രതികരണ ടീമിൽ മതിയായ സ്റ്റാഫുകളെ നിയമിക്കുകയും അടിസ്ഥാന സൗകര്യങ്ങളും ഉപകരണങ്ങളും നൽകണം. 20 RRTകളിൽ 20 ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരെ അപ്ഗ്രേഡ് ചെയ്ത് നിയമിക്കാനുള്ള സർക്കാർ ഉത്തരവ് ധനവകുപ്പിന്റെ ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. നിലവിലുള്ള സാഹചര്യം നിയമാനുസൃതമായി ജോലി നോക്കുന്ന വനം വകുപ്പ് ജീവനക്കാർക്ക് നേരെ കയ്യേറ്റം നടത്താനുള്ള അവസരമായി ചിലർ ഉപയോഗപ്പെടുത്താൻ സാധ്യതയുമുണ്ട്. ആയത് എന്ത് വില കൊടുത്തും പ്രതിരോധിക്കുമെന്നും KFPSA പ്രസ്താവനയിൽ വ്യക്തമാക്കി.